ഹായ് ഓൾ. അപ്പം ഇന്നത്തെ എൻ്റെ ലൈവ് ട്രേഡിംഗ് സെഷൻസും കാര്യങ്ങളായിരുന്നു. ഓക്കെ, ലൈവ് ട്രേഡിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻട്രി എടുത്തെന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിന്നാണ്. ഓക്കെ, ഈ ഒരു ലെവൽ 24,184 എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് ഞാൻ എൻട്രി എടുത്തത്. അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോ തന്നെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈ ആയിരുന്നു. ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് കാര്യമാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ഒരു എൻട്രി കാര്യങ്ങൾ എങ്ങനെയാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം ഇതിൽ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റിൽ ഇവിടുന്ന് നമുക്ക് എന്താണ് ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ അല്ല നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തേക്കാം എന്തായാലും. ഓക്കെ, ഇത് നമുക്കൊരു ബ്രേക്ക് സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ എല്ലാവരും എൻട്രി ക്രൈറ്റീരിയ എന്താണ്? ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു FEG ഫോം ആയി കഴിഞ്ഞാൽ ആ ഒരു FEGന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുക. പക്ഷേ മാർക്കറ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തു ഇല്ല. പക്ഷേ ഞാൻ എന്താണ് എൻട്രി ഇവിടുന്ന് തന്നെ എടുത്തു. എന്നിട്ട് എന്താണ് ടാർഗറ്റ് ഞാൻ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്തു. ഓക്കെ, ടാർഗറ്റ് ഞാൻ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്തു. ഒരു സെക്കൻഡ് ഞാൻ പെൻ എടുത്തോട്ടെ. ഓക്കെ, അപ്പം ഞാൻ എൻട്രി എടുത്തത് എവിടെ നിന്നാണ്? അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്താണ് ഒരു സിയിലോട്ട് എൻട്രി എടുത്തു. ഓക്കെ, ഇതൊരു അഗ്രസീവ് എൻട്രി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അഗ്രസീവ് എൻട്രി അല്ല. ഇത് എൻ്റെ ഒരു ട്രേഡ് എൻട്രി ഫോർമാറ്റ് തന്നെയായിരുന്നു ഇത്. ഓക്കെ, ഇവിടുന്ന് എൻട്രി എടുത്തു. നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവലായി ഇന്നത്തെ ഡേ ഹൈ. ഓക്കെ, ഡേ ഹൈ ടാർഗറ്റ് വെച്ചു. ഓക്കെ, ഇവിടുന്ന് നോർമലി ഉള്ള SMC ട്രേഡേഴ്സ് വിചാരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വരും, അവിടെ നിന്നൊരു എൻട്രി എടുക്കാം. പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ വരാതെ തന്നെ എന്താണ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി അപ്സൈഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രേഡിംഗ് എന്നൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഓപ്ഷൻ ബൈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ലിക്വിഡിറ്റി ട്രേഡിംഗ് അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റ്. ഓക്കെ, സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ജസ്റ്റ് ബേസിക് കാര്യമാണ്. ഓക്കെ, അല്ലാതെ ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സ്റ്റോപ്പ് ലോസസ് എവിടെയുണ്ടോ ആ ഒരു ഏരിയയിലാണ് ഞാൻ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ട്രേഡും കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. പക്ഷേ ആ ഒരു ട്രെൻഡ് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്താണ് ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് വെച്ചിട്ടായിരിക്കും നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്ര പേരാണ് ഈ ഒരു ഡേയിലോ പിന്നെ സ്വീപ്പ് ചെയ്തത്? അപ്പോൾ എത്ര പേരാണ് ഈ ഒരു ഏരിയയിൽ പുട്ട് എൻട്രി എടുക്കുന്നത്? ഓക്കെ, പുട്ട് എൻട്രി എടുക്കുന്നത്, അതായത് പി ബൈ ആണ്. മാർക്കറ്റ് പിന്നെ ഫോൾ വരും. പക്ഷേ ഞാൻ ഇവിടെ ഒരു സ്ട്രോങ് ബേസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ബേസ് ഒക്കെ വരയ്ക്കുന്നതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് എന്താണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നമ്മൾ ബൈയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കണം താല്പര്യമുള്ളവർക്ക്. ഓക്കെ, അതുകൂടാതെ നമുക്ക് റിസ്ക് റിവാർഡ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 1:5 ആണ് നമുക്ക് ഓപ്ഷൻ ചാർട്ടും പോട്ടെ, നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ 1:5 തന്നെയാണ്. ഓക്കെ, 1:5 എന്ന് പറയുന്നത് കുറഞ്ഞൊരു ട്രേഡ് അല്ല. ഓക്കെ, 1:5 എന്ന് പറയുന്നത് കുറഞ്ഞൊരു ട്രേഡ് അല്ല, ആക്ച്വലി നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അത് കൂടാതെ നമുക്ക് വന്നേക്കുന്നത് എന്താണ്? നമ്മൾ ഈ FEGയിലൊന്നും അല്ല. ഇനിയും ഈ FEGയിൽ വന്ന് ടാപ്പ് ചെയ്താൽ നമ്മൾ എൻട്രി എടുക്കുന്നില്ല. ഓക്കെ, ഈ ഒരു എൻട്രി ഇവിടുത്തെ ഈ ഒരു ബേസ് എൻട്രി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ ഒരു ഇവിടുത്തെ ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി അപ്പം മെയിൻലി നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ ഓപ്ഷൻസിൽ എത്ര പ്രീമിയം ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ എൻട്രി ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണും. ഞാൻ എൻ്റെ PL കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, ഇത് ഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഫയേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഫയേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഞാനിപ്പോൾ എൻട്രി എടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. 178 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ ഞാൻ എൻട്രി എടുത്തു. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 261 ആണ്. ഓക്കെ, 261. ആക്ച്വലി ഈ ഒരു ക്യാൻഡലിൻ്റെ ഏറ്റവും ലോയിൽ നല്ല ആക്ച്വലി ഞാൻ എടുത്തത് ഒരു 186 ആ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഇവിടുന്ന് ഞാൻ എക്സിറ്റ് അടിച്ചത് ആ ഒരു 250+ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റ് അടിച്ചു. നിയർലി ഒരു 75 പോയിൻറ്റ്സ് ഞാൻ ഈസി ആയിട്ട് തന്നെ നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്തു. ഓക്കെ, ഇനിയും നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ 275 എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ആകാൻ ഹൈ പ്രോബിലിറ്റി ആണ്. ഓക്കെ, ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയില്ല, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഇത്രയും ടാർഗറ്റ് അച്ചീവ് ആയപ്പോൾ തന്നെ നിയർലി എത്രയാണ് 124 പോയിൻറ്റ്സ് ആണ് നിയർലി നമുക്ക് നിഫ്റ്റിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം നിഫ്റ്റിയിൽ 125 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നതാണ്.
നെക്സ്റ്റ് ബാച്ച് നമുക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസംബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.